ഗൈസ്, അപ്പം ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു സ്ഥലത്ത് കറങ്ങാൻ പോവാണ്. അമ്പലത്തിൽ പോയതിന് വ്ലോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതൊന്ന് പോയി കണ്ടു നോക്കണേ. അപ്പം നമ്മൾ എവിടെ പോണത്? എൻ്റെ കുഞ്ഞിൻ്റെ അപ്പുണ്ണിയേട്ടനെ വിളിക്കാൻ പോവാണ് ഞങ്ങൾ. ഇന്ന് 4th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ദിവസമാണ്, എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കലാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഫുൾ ഫാമിലി അടക്കം പോയി വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞും റെഡി ആയിക്കണേണ്. കണ്ണൻ ചേട്ടനും അവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് അപ്പുവേട്ടനെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ. അപ്പോൾ വിശേഷം നിങ്ങളടുത്ത് പങ്കുവയ്ക്കണ്ടേ? അങ്ങനെ അപ്പുണ്ണി 4ാം ക്ലാസ് കഴിഞ്ഞ് തുടങ്ങി പറഞ്ഞോളൂ. എത്ര പെട്ടെന്ന് 4ാം ക്ലാസ് കഴിഞ്ഞാലേ, അതും LP കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത വർഷം UP ആയി. വലിയ ചെക്കനായിന്നേ. എന്താ ചെയ്യുക? പിള്ളേർക്ക് ഇങ്ങനെ പടപടന്ന് വളർന്നു പോയാൽ എന്താ ചെയ്യുക അല്ലേ? ഈ പെങ്കൊച്ച് ജനിച്ച മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. എത്ര ഇടവൻ്റെ 6 മാസമാവാൻ പോകുന്നത്. അയ്യോ, ഇനി 2 മാസം വെക്കേഷനാണ്. മനുഷ്യൻ തൊണ്ട അടക്കി ഒച്ചെടുത്ത് തട്ടത്തം മറിയും. ഇപ്പോഴേ തൊണ്ടയുടെ മൊത്തം പോയി കിട്ടി. ഇനി ഇവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളമായിരിക്കും. 2 മാസം പിള്ളേരെ അകത്തിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അയ്യോ ക്ലാസ് ഉണ്ടായാൽ മതിയായിരുന്നു. ക്ലാസ്സിൽ പോയി തുടങ്ങുമ്പോൾ വിചാരിക്കും അയ്യോ പിള്ളേരിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേന്ന് വിചാരിക്കും. രണ്ടും ചിന്തിക്കും. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. എന്തല്ലേ ഒരു സൈക്കോ അമ്മമാർ അല്ലേ കുഞ്ഞാപ്രാപ്രി. ഇതുങ്ങൾ ഇച്ചിരി വലുതായി വരുമ്പോൾ അത്ര ആയാൽ മതിയായിരുന്നു, ഇത്ര ആയാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കണം പോലെ തന്നെയാണ് പിള്ളേർ വലുതാകുമ്പോഴും. അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് വരാം. തോത്ത് ബച്ചിയോ പറഞ്ഞ് ഞങ്ങൾ പോയി അപ്പുമായിട്ട് വിളിച്ചിട്ട് വരാമെന്ന് പറയാം. ഞങ്ങൾ പോകാൻ റെഡി ആയിട്ട് നിർത്തേണ്ടതായിട്ട് ഇരിക്കുന്നതാണ്. ദേഷ്യം കയറി പോയിട്ടില്ല. അങ്ങനെ നമ്മളധികം സ്കൂളിൽ നിന്ന് പിള്ളേരൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂൾ ബസ്സിലെ പിള്ളേർ പോകുന്നു. നമ്മൾ അപ്പുണ്ണിനെയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പുണ്ണി വിത്ത് ഫ്രണ്ട്സ് ഓടിച്ചാടി ഇറങ്ങി വന്നു. എല്ലാവരും എന്തൊരു സന്തോഷത്തിലാണെന്ന് അറിയാമോ? 2 മാസം അവരടിച്ച് പൊളിക്കാനാണ് നമ്മളമ്മമാർക്ക് കഷ്ടപ്പാട്. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.